ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ക്രിയാറ്റൽ എന്ന് പറയുന്ന ഒരു ചൈനീസ് ബ്രാൻഡിൻ്റെ CA-AS21 എന്ന് പറയുന്ന ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. ഈ ഒരു ആംപ്ലിഫയർ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നത് ലൈഫ് ലോങ് ഇലക്ട്രോണിക്സ് ബാലരാമപുരം. അവരുടെ കയ്യിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ കൊടുക്കുന്ന ഓർഡറിനനുസരിച്ചിട്ടായിരിക്കും അവർ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അഥവാ ഓർഡർ കൊടുത്താലും കിട്ടുന്നതിന് 2-3 ദിവസത്തെ ഡിലേ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് ഡി ആകുമ്പോൾ ഇറങ്ങുമ്പോൾ സത്യം പറഞ്ഞ ടെക്നീഷ്യന്മാർക്ക് അതൊരു അടിയായിട്ട് വരുന്നുണ്ട്. കാര്യം ഒരുപാട് ഞാൻ ഇതിന് മുമ്പ് ഫോസിയുടെയൊക്കെ വീഡിയോ ചെയ്ത സമയത്തും, ഫോസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിൽ എനിക്ക് ബ്രാൻഡാണത്. അപ്പോൾ അവരുടെ വീഡിയോ ചെയ്ത സമയത്തും അല്ലെങ്കിൽ വേറെ TV21-ൻ്റെയൊക്കെ വീഡിയോ ചെയ്ത സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ അതൊരു ടെക്നീഷ്യന്മാർക്ക് അടിയായിട്ടുള്ളൊരു കാര്യമാണത്. കാര്യം അതുപോലത്തെ ക്ലാസ് ഡി ആകുമ്പോൾ നമ്മുടെ നാട്ടിലിറങ്ങുമ്പോൾ ടെക്നീഷ്യന്മാർക്ക് അതൊരു പ്രശ്നമായിട്ട് വരും. സത്യമാണത്. കാര്യം ഇതുപോലെ ചൈന പോലുള്ള ഒരു രാജ്യം, അവർ ഇത്രയും ഇന്ത്യയും കാട്ടി നല്ല രീതിയിൽ ടെക്നോളജി വൈസിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യം, ഇതുപോലുള്ളൊരു ക്ലാസ് ഡി ആകുമ്പോൾ ഈ പറയുന്ന ഒരു 4000 രൂപയ്ക്കകത്ത്, ഇതിൻ്റെ ഒരു വില 4000 രൂപയ്ക്കകത്താണ് വരുന്നത്. ഒരു 4000 രൂപയ്ക്കകത്ത് അവരിങ്ങനെ ഇറക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ള ടെക്നീഷ്യന്മാർക്ക് അതൊരു വലിയ അടി തന്നെയാണ്. പക്ഷേ എനിക്ക് ഇതുപോലത്തെ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. കാര്യം ടെക്നോളജി വൈസിൽ വരുന്ന സാധനങ്ങൾ നമ്മൾ റിവ്യൂ ചെയ്യണം എന്നുള്ളതാണ്. കാര്യം നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്ക് അത് ആവശ്യമാണ്. നമ്മളെ ഉപഭോക്താക്കൾക്ക്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അതുപോലത്തെ കാര്യങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു വീഡിയോ ഇപ്പോൾ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടാണ്. കാര്യം ടെക്നീഷ്യന്മാരും ഇതുപോലത്തെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. കാര്യം ടെക്നോളജി വൈസ് നമുക്ക് വരുന്ന കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. TPA3255 എന്ന് പറയുന്ന ചിപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ആംപ്ലിഫയർ നിർമ്മിച്ചിട്ടുള്ളത്. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ക്ലാസ് ഡി ആംപ്ലിഫയർ ചിപ്പാണ് ആ ഒരു ചിപ്പ്. കൂടാതെ തന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 4000 രൂപയ്ക്ക് താഴെയുള്ളൊരു പ്രൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. ലൈഫ് ലോങ് ഇലക്ട്രോണിക്സ് ബാലരാമപുരമാണ് ഈ ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് എഫക്റ്റ് എന്ന് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഇതിലൊരു കാര്യം നിങ്ങൾ കണ്ടു കാണും. 220 W/2 പ്ലസ് 350 വാട്ട് സബ് വൂഫർ എന്നാണ് എൻ്റെ ഒരു പവർ റേറ്റിംഗ് പറയുന്നത്. 3 ohmsലാണ് ഈ ഒരു വാട്ട്സ് നമുക്ക് കിട്ടുന്നത്. 3 ohmsൽ 38 വോൾട്ടിലാണ് ഇത് കിട്ടുന്നത്. 10 ആംപിയർ നമ്മൾ ഇതിന് കൊടുക്കണം. 10 ആംപിയർ കൊടുത്താലാണ് കറക്റ്റായിട്ടൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വർക്കിംഗ് കിട്ടുന്നത്. 220 വാട്ട് പെർ ചാനലാണ് അവർ ഇതിന് അവകാശപ്പെടുന്നത്. അപ്പം ഞാനിത് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി, നല്ല ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോസ്റ്റ് എഫക്റ്റീവ് ആണെന്നുള്ളത്. ഒരു ചാനൽ 220 വാട്ട് കിട്ടിയില്ല. പോട്ട് 220 വാട്ട് കിട്ടിയില്ല, നമുക്കൊരു 180 വാട്ട് കിട്ടിയെന്ന് വിചാരിച്ചു. 100 വാട്ടിന് മുകളിലുണ്ടല്ലോ, 180 വാട്ട് കിട്ടി. 220 വാട്ട് അവർ പറയുന്നത് നമുക്ക് 180 വാട്ട് കിട്ടി എന്നുള്ളത്. ഓക്കെ, അതെവിടെ ഇരിക്കട്ടെ. പ്ലസ് 350 വാട്ട് സബ് വൂഫറിന് കിട്ടിയെന്നും ഇരിക്കട്ടെ. പോട്ട് 350 വാട്ട് പോട്ട്, ഒരു 300 വാട്ട് നമുക്ക് സബിന് കിട്ടിയെന്ന് ഇരിക്കട്ടെ. എന്നാൽ പോലും 4000 രൂപയ്ക്കകത്തുള്ളൊരു വിലയിൽ ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് വളരെ വില കുറവാണെന്നുള്ളതാണ്. നമുക്ക് ഈ പറയുന്ന 220 വാട്ട് പ്ലസ് 350 വാട്ടിന് നമ്മളൊരു 2.1 ആംപ്ലിഫയർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും 10-20,000 രൂപ നമുക്കാവും. ക്യാബിനറ്റ് വാങ്ങി, ബോർഡ് വാങ്ങി, ട്രാൻസ്ഫോമർ വാങ്ങി, വയർ വാങ്ങി, പല സാധനങ്ങളും വാങ്ങി നമ്മൾ ചെയ്തു വരുമ്പോൾ, ബാസ്റ്റബിൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെയുള്ള 20,000 രൂപയ്ക്കകത്തുള്ളൊരു, അല്ലെങ്കിൽ 15,000, 20,000 ആ റേഞ്ചിനകത്തുള്ള ക്വാളിറ്റി വ്യത്യാസം വരുന്നതിനനുസരിച്ച് നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ചിലവാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോൾ ഞാനൊരു ആംപ്ലിഫയർ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ്, പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ എല്ലാ രീതിയിലുമുള്ള റിവ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ തികച്ചും ടെക്നീഷ്യന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തികച്ചും ഒരു തിരിച്ചടിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വില കുറച്ച് ഒരു ചൈനീസ് പ്രോഡക്റ്റ് വരുമ്പോൾ, കാര്യം ചൈനക്കാർക്ക് ഇത് വളരെ ഈസിയായിട്ട് ഇത്രയും വില കുറച്ച് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം എന്ന് വെച്ചാൽ അവരുടെ ടെക്നോളജി അത്രയും നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടി അത്രയും വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഇവർ ഇതുപോലത്തെ ഒരു ആംപ്ലിഫയർ ഫുൾ മെഷീനിലായിരിക്കും ചെയ്യുന്നത്. ഒരു ദിവസം ചിലപ്പോൾ 1000 ആംപ്ലിഫയറൊക്കെ ചിലപ്പോൾ ഇവർ നിർമ്മിക്കുമായിരിക്കും ഒരു ദിവസം കൊണ്ട് തന്നെ. പോട്ട് 1000 ഇല്ലെങ്കിൽ ഒരു 100 ആംപ്ലിഫയറെങ്കിലും ഒരു ദിവസം അവർ നിർമ്മിക്കുമായിരിക്കും. നമ്മളെപ്പോലത്തെ ഒരു ടെക്നീഷ്യൻ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ ഒരു ആംപ്ലിഫയറിൻ്റെ പകുതി വർക്കൊക്കെ ആയിരിക്കും നമുക്ക് തീർക്കാൻ പറ്റുന്നത്. അപ്പോഴത്തേക്ക് അവർ ഫുള്ള് ഫിനിഷ്ഡ് ആയിട്ടൊരു ആംപ്ലിഫയർ ചെയ്ത് ഇറക്കുകയാണ് ചെയ്യുന്നത്.
ക്രിയാറ്റൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. CAAS21 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ക്രിയാറ്റൽ എന്ന് പറയുന്ന ഒരു ആംപ്ലിഫയർ ആണ് ഇത് നിർമ്മിക്കുന്നത്. ഞാൻ എൻ്റെ ഫുൾ ഡിസ്ക്രിപ്ഷനും ഫുൾ കാര്യങ്ങളും വായിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്രമാത്രം എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് ഞാൻ വീട്ടിൽ കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നല്ല സബ്വൂഫറിൻ്റെ സൈഡിൽ നിന്ന് പെർഫോമൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ JBLൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്രൈമസോ JBLൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അമ്മാതിരിയുള്ള പെർഫോമൻസ്, നല്ല രീതിയിലുള്ള പെർഫോമൻസും നിങ്ങൾക്ക് 100% ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. ഈ പറയുന്ന 4000 രൂപയ്ക്കകത്ത് ഈ 4000 രൂപയ്ക്കകത്ത് ഇത്രയും പെർഫോമൻസ് ഇതിനകത്ത് നിന്ന് കിട്ടുമോ എന്നുള്ളത് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ ലൈഫ് ലോങ് ഇലക്ട്രോണിക്സിലെ ബിജുചേട്ടൻ പറഞ്ഞ്, കൃഷ്ണ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് നീ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്ത് നോക്ക്, റിവ്യൂ ചെയ്തിടണം, നല്ല പ്രോഡക്റ്റാണ്, ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കെന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നു, ഞാൻ ഇന്നാണ് ഇത് പോയി എടുത്തത്. ഇപ്പം ഞാൻ വീട്ടിൽ കൊണ്ടുവന്നോടൻ തന്നെ വയർ കണക്ഷനൊക്കെ കൊടുത്ത് എല്ലാം ചെക്ക് ചെയ്ത് നോക്കി. അസാധ്യ സാധനമാണ്. സബ്വൂഫറിൻ്റെ സൈഡിൽ നിന്ന് ബാസ് അടിപൊളിയാണ്. ആ കൂടാതെ തന്നെ ചാനലിൻ്റെ സൈഡിൽ നിന്ന് നമ്മുടെ ഒരു 3-way ബോക്സൊക്കെ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഊഫറിൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു പഞ്ചി ബാസ് കിട്ടും. സത്യം പറഞ്ഞാൽ സബ്വൂഫർ ഇല്ലാതെ തന്നെ നമുക്കൊരു പഞ്ചി ബാസ് ഇതിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ തന്നെ ബാസ് ട്രിബിൾ ഇതിനകത്ത് വരുന്നുണ്ട്. ബാസ് ട്രിബിളും അസാധ്യമാണ്. ഇതിൻ്റെ ട്രിബിളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അല്പം നമ്മൾ നല്ല രീതിയിൽ കൂട്ടി, നല്ലൊരു ട്യൂട്ടറാണ് നമ്മുടെ കയ്യിലുള്ള ട്യൂട്ടർ, അത്യാവശ്യം നല്ല ട്യൂട്ടറാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അത് ഡ്രൈവ് ചെയ്യിക്കുക. ട്യൂട്ടറിന് ഒരു അല്പം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ചെവി എടുത്ത് കേൾക്കാൻ പോലും പറ്റാത്ത അത്രയും ട്രിബിൾ ഇതിനകത്ത് വരുന്നുണ്ട്. ബാസിൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 8 ഇഞ്ചോ 10 ഇഞ്ച് ഊഫറൊക്കെയാണ് വയ്ക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ബാസ് റെസ്പോൺസ് കിട്ടും. സബ്വൂഫർ ഇല്ലാതെ തന്നെ നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നല്ല ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് അടിപൊളിയാണ്. നമുക്ക് ജസ്റ്റ് ഈ കവർ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. കാര്യം ഈ ചിപ്പ് നിങ്ങളെ കാണിക്കാൻ സാധിക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അവർ ഹീറ്റ്സിങ് പാഡൊക്കെ വെച്ചിട്ടാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പോയിട്ട് മറ്റൊരാളിന് കൊടുക്കാനുള്ള ഒരു പ്രോഡക്റ്റും കൂടെ ആണ് ഇത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മൊത്തം അഴിച്ചെടുക്കാൻ പറ്റും. ജസ്റ്റ് ഞാനൊന്ന് കവർ തുറന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഒരു ഹെവി ആയിട്ടുള്ളൊരു ഹീറ്റ് സിങ്ക് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നല്ലൊരു ഹീറ്റ് സിങ്കാണ്, നല്ല രീതിയിൽ ഹീറ്റ് ആവും. ക്ലാസ് D ആകുമ്പോൾ നല്ല രീതിയിൽ ഇത് ഹീറ്റ് ആവും. കൂടാതെ 12 വോൾട്ടിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ഫാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് മീൻസ് ഇതിൻ്റെ ഹീറ്റ് സിങ്ക് ചൂടാവുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും ഈ ഒരു ഫാന് കറങ്ങുന്നത്. പിന്നെ ആംപ്ലിഫയർ ഈ മോഡ് മാറ്റുമ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങും, അത് മാത്രമാണ്, അങ്ങനെയാണ് കറങ്ങുന്നത്. അല്ലാതെ എപ്പോഴും ഇത് ഓണാക്കിയ ഉടനെ തന്നെ എപ്പോഴും കറങ്ങുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിലൊരു ഒരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ച് നമ്മൾ വോളിയം കൂട്ടുന്നതിനും വോളിയം കുറയ്ക്കുന്നതിനും ഈ സ്വിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പ്രശ്നം അതല്ല, നമ്മൾ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ ഓരോ മോഡ് മാറുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓക്സ് വരുന്നത്, ഇവിടെയാണ് ഓക്സ് വരുന്നത്, USB വരുന്നത് ഇവിടെയാണ്. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂടൂത്തുമാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഓരോ മോഡായിട്ട് മാറും. അപ്പോൾ കണ്ടില്ല, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഓക്സ് നമ്മൾ കണക്ട് ചെയ്താൽ മാത്രമായിരിക്കും ഓക്സ് ഡിറ്റക്ട് ചെയ്തത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ആവുന്നത്. പിന്നെ USB നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്തും USB ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അത് പ്ലേ ആവും. പിന്നെ ഈ ഒരു സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ബ്ലൂടൂത്ത് മോഡ് എന്ന് പറഞ്ഞൊരു അനൗൺസ്മെൻറ്റ് ഈ ഒരു സാധനത്തിനുണ്ട് എന്നുള്ളതാണ് ഒരു കുറവായിട്ട് ഇതിനകത്ത് ഉള്ളത്. നമുക്ക് അറിയുന്നതിന് വേണ്ടി അവരത് കൊടുത്തിരിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം ഇതിനകത്ത്, കാര്യം ഇതിനകത്ത് വേറെ ഡിസ്പ്ലേയോ അങ്ങനത്തെ ഒരു കാര്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു അനൗൺസ്മെൻറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ USB കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ USB വരുന്നുണ്ട്. USB കണക്ട് ചെയ്യുന്ന സമയത്ത് USB കണക്ട് എന്ന് പറഞ്ഞ് അതും അവർ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഇതിനകത്ത് ഒരു പ്രശ്നമായിട്ട്, ഒരു കുറവായിട്ട് നമുക്ക് എടുത്ത് പറയിക്കാനുള്ളത്. വേറെ ഒരു രീതിയിലും ഇതിനൊരു കുറവും നമുക്ക് പറയാനില്ല. പിന്നെ ഡിസ്പ്ലേ ഇല്ല എന്നുള്ളത് ഒരു കുറവായിട്ട് നമുക്ക് പറയാം. ബാക്കിയുള്ളത് ഈ ഒരു 4000 രൂപ കൊടുത്ത് നമ്മൾ ഈ പ്രോഡക്റ്റ് ഇപ്പോൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ പോകണമെങ്കിൽ 4000 ഒന്നും അല്ല, അതിന് 6000, 5500, 6000 ആ റേഞ്ചിന് മുകളിൽ വില കിടപ്പുണ്ട്. അപ്പോൾ എനിക്കാണ് ബാക്കിയുള്ള ചൈനീസ് സൈറ്റിനകത്തൊക്കെ വില കുറവായിരിക്കും, പക്ഷേ നമ്മുടെ നാട്ടിലത് കിട്ടത്തില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു 4000 രൂപയ്ക്കകത്തുള്ള ഒരു പ്രൈസിലാണ് ഇത് വരുന്നത്. ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വില കൂടാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ വില കൂടാനും ചാൻസ് ഉണ്ട്. കാര്യം ഓരോ കടകളിലെത്തുമ്പോൾ ഓരോ വില വ്യത്യസ്തമായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത്. ഇപ്പം നിലവിലൊരു 4000 രൂപയ്ക്ക് അകത്തൊക്കെ ഉള്ളൊരു പ്രൈസാണ് ഇതിന് വരുന്നത്. പ്ലസ് ഒരു കൊറിയറും നിങ്ങൾക്ക് വരാനുള്ള സാധ്യത ഉണ്ട്, കൊറിയർ ചാർജ് വരാനുള്ള സാധ്യത ഉണ്ട്. എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് 4000 അല്ല 4500 രൂപ കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് പോകുന്നില്ല.
പിന്നെ ഒരു കാര്യം, ഇതിനകത്ത് 3 ohms സബ് ഊഫറും 3 ohms സ്പീക്കേഴ്സും കൊടുത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു ഇതും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നമുക്കത് ജസ്റ്റ് ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് അതിൻ്റെ സ്പീക്കർ കണക്ഷനും അതിൻ്റെ വാട്ട്സിൻ്റെ കേസ് എല്ലാം അതിനകത്ത് ഒരു പറയുന്നുണ്ട്. 16 വോൾട്ട് തൊട്ട് 38 വോൾട്ട് വരെ നമുക്ക് ഇതിൽ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ കൊടുത്ത് വർക്ക് ചെയ്യുമ്പോൾ 10 ആംപിയർ നമ്മൾ മസ്റ്റായിട്ട് 10-12 ആംപിയർ മസ്റ്റായിട്ട് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കണം എന്നുള്ളത് പ്രത്യേകം അവർ പറയുന്നുണ്ട്. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സബ് ഊഫർ ഞാൻ പറഞ്ഞില്ലേ, സബ് ഊഫർ ഞാനിവിടെ 8 ohms ആണ് യൂസ് ചെയ്തത്. 8 ohms തന്നെ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. നല്ല രീതിയിലെന്ന് വെച്ചാൽ നല്ല അടിപൊളി പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് JBL ഇൻഫിനിറ്റി പ്രൈമസ് പോലുള്ള സബ് ഊഫറുകൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിനകത്ത് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം. ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും. കാര്യം 4 ohms ആണ് അത് വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു, ഞാനിപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 32 വോൾട്ടാണ്. 38 വോൾട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫോമർ വെച്ചിട്ട് നിങ്ങൾക്കൊരു 38 വോൾട്ട് 10 ആംപിയറോ 12 ആംപിയറോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അസാധ്യമായിട്ടൊരു പെർഫോമൻസ് സബ് ഊഫറിൻ്റെ സൈഡിൽ നിന്നും കിട്ടും. കൂടാതെ തന്നെ ചാനലിന് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കേഴ്സിന് നല്ല ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇത് വീട്ടിൻ്റെ പുറത്തൊരു പ്രോഗ്രാം നടത്തുന്നെങ്കിൽ പോലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ മൈക്ക് പോലത്തെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അതിന് നിങ്ങൾ അഡീഷണൽ ഒരു പ്രീ സെക്ഷൻ എന്തെങ്കിലും ഇതിനകത്ത് വച്ച് നിങ്ങൾ ഓക്സ് പോലുള്ള ഇവിടെ ഓക്സ് ഇൻപുട്ടിൽ കൊടുത്ത് നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതല്ലാതെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വീടിൻ്റെ പുറത്ത് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. കാര്യം ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് പോലെ തന്നെ 220 വാട്ട് അത്രയും ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ അത്രയും കിട്ടത്തില്ലായിരിക്കും. എന്നാൽ 220 അവരുടെ ഒരു കണക്ക് പ്രകാരം, ഈ ചിപ്പിൻ്റെ ഒരു കണക്ക് പ്രകാരം ആ ഒരു ചിപ്പ് 220 വാട്ട് ഒരു ചാനലിന് തരുന്നുണ്ട് എന്നുള്ളതാണ്. കാര്യം ഇതിനകത്ത് ഒരു ചിപ്പിനെ ബ്രിഡ്ജ് ചെയ്ത് മൊത്തം എനിക്ക് വേണം 3 ചിപ്പുകൾ വെച്ചിട്ടായിരിക്കും അവരത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ചിപ്പുകളെയും ബ്രിഡ്ജ് ചെയ്തിട്ടായിരിക്കും അവരിത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതായതുകൊണ്ടായിരിക്കണം ഇത്രയും വാട്ട്സ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഈ ചിപ്പിനെ കുറിച്ചിട്ട് ഗൂഗിൾ ചെയ്ത് അതിൻ്റെ ഫുൾ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിച്ച് നോക്കാമെന്നുള്ളത്, വായിച്ച് നോക്കാമെന്നുള്ളത് ഉള്ളൂ. അപ്പോൾ അസാധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 ഇഞ്ചിൻ്റെ ബോക്സൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് വർക്കാവും. 12 ഇഞ്ചിൻ്റെ ബോക്സൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് അവരുടെ ഈ പറയുന്ന കമ്പനിയുടെ ഇതിനകത്ത് പോയിട്ട് അവരുടെ പേജിനകത്ത് പോയിട്ട് ഈ ഒരു, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു CAS21 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അവരുടെ കമ്പനി, ഡയറക്റ്റ് അവരുടെ കമ്പനിയുടെ തന്നെ പേജ് കിട്ടും. ആ പേജിനകത്ത് ഈ ആമ്പിനെ കുറിച്ച് അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് വെച്ചാൽ NE5532 എന്ന് പറയുന്ന ഓപ്പാമ്പാണ് അവർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നല്ല ഗെയിനുള്ള ഒരു ഓപ്പാമാണ്. അപ്പോൾ നമ്മുടെ അതേ ഗെയിൻ നമ്മുടെ ആമ്പിനും കിട്ടുന്നുണ്ടെന്നുള്ളത് അവരതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് സബ് ഊഫറിൻ്റെ സെക്ഷൻ, ഈ കാണുന്ന സബ് ഊഫറിൻ്റെ സെക്ഷനാണ്. അവിടെ രണ്ടും NE5532 തന്നെയാണ്. 2 ഓപ്പാമാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാസ് ട്രിബിളിന് വേണ്ടിയിട്ടും രണ്ട് ഓപ്പാമ്പുകൾ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനലിന് ലെഫ്റ്റ് റൈറ്റിന് ഗെയിൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അവർ അവിടെ 2 ഓപ്പാമ്പുകൾ, റൈറ്റ് ലെഫ്റ്റ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നില്ല, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഒറിജിനൽ ഓപ്പാമ്പാണ് അവർ യൂസ് ചെയ്യുന്നുള്ളത് അവർ അതിനകത്ത് പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ അവിടെ പോയിട്ടൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ JLൻ്റെ ചിപ്പാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. JLൻ്റെ ചിപ്പ് പൊതുവേ ഒരു നോയ്സ് ഉണ്ടാക്കുന്ന ചിപ്പാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബ്ലൂടൂത്ത് മോഡുകളിലൊക്കെ തന്നെ നോയ്സ് ഉണ്ടാക്കുന്ന ചിപ്പ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ആംപ്ലിഫയറിനകത്ത് അത് ഒട്ടും തന്നെ നോയ്സ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ആംപ്ലിഫയർ ഓൺ ആണോ എന്ന് പോലും സ്പീക്കറിൽ ചെവി വെച്ചാൽ പോലും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫാൻ ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് അത് ഓട്ടോമാറ്റിക്കാണ്. ഈ ഫാൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ട, അത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജസ്റ്റ് ഈ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അത് കറങ്ങുന്നത്. പിന്നെ അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹീറ്റ് ആവുന്ന സമയത്ത് ഇത് കറങ്ങും. ആ ഒരു സമയത്ത് മാത്രമാണ് സ്പീക്കറിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു നോയ്സ് അല്ല, ചെറിയൊരു സൗണ്ട് വരുന്നത്. അത് സത്യം പറഞ്ഞാൽ അതൊരു നോയ്സായിട്ട് നമുക്ക് പാട്ട് കേൾക്കുന്ന സമയത്ത് അത് നോയ്സായിട്ട് പോലും നമുക്കത് കേൾക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. നോയ്സ് എന്ന് പറയാനും പറ്റില്ല, അത് ചെറിയൊരു സംഭവം അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പം നിലവിൽ ഈ ഓൺ പൊസിഷനിൽ ഇത് വളരെ സൈലൻ്റാണ്. സത്യം പറഞ്ഞാൽ ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നീഷ്യന്മാർക്ക്, നമ്മുടെ നാട്ടിലെ ടെക്നീഷ്യന്മാർക്ക് അതൊരു വലിയ അടിയാണ്. കാര്യം ഇതുപോലത്തെ ഒരു ക്ലാസ് D ആമ്പുകൾ ചൈന പോലുള്ള രാജ്യത്തു നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ നല്ല ടെക്നീഷ്യന്മാർക്ക് ഒരു അടിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100+100 അല്ലെങ്കിൽ ഒരു 150+150
പ്ലസ് ഒരു 400 വാട്ടോ 300 വാട്ടോ സബ് ഊഫറിൻ്റെ ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു 15,000-20,000 രൂപയ്ക്കകത്തുള്ള ഒരു ചിലവ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലത്ത് നമുക്കൊരു 4,000 രൂപയ്ക്കകത്ത് ഒരു 220 വാട്ടിൻ്റെ പെർ ചാനലുള്ള ഒരു ആംപ്ലിഫയർ 350 വാട്ട് സബിന് കൂടെ കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു തിരിച്ചടിയാണ്. കാര്യം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഉപഭോക്താക്കൾ ഇതിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഒരു ടെക്നീഷ്യന്മാർക്കൊരു അടിയായിട്ട് വരും അത്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ കുറച്ച് ടെക്നോളജിയിൽ ചൈന വെച്ച് നോക്കുമ്പോൾ കുറച്ച് പുറകിലോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചൈനക്കാർക്കെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ ഇതുപോലത്തെ ഒരു ആമ്പ് ഒരു ദിവസം 10-300 ആമ്പൊക്കെ ചിലപ്പോൾ ഒരു മെഷീനിൽ പെട്ടെന്ന് നിർമ്മിച്ച് തീർക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്രയും ടെക്നോളജി ഇതുവരെയും വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചില വീഡിയോകളിലൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ ടെക്നോളജി ഇതുവരെയും വളർന്നിട്ടില്ല. ഇനിയും 10-20 വർഷം കഴിഞ്ഞാലായിരിക്കും ഇതുപോലെയുള്ള സാധനങ്ങൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്നത്. മെഷീനൊക്കെ വെച്ച് ചെയ്യുന്നത് ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്, തമിഴ്നാട്ടിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ അതുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. തമിഴ്നാട്ടിലൊക്കെ എക്സ്ട്രീം ഓഡിയോ ഒക്കെ അവരുടെ എല്ലാ മോഡ്യൂളും ഓട്ടോമാറ്റിക് മെഷീനിലാണ് അവർ ചെയ്യുന്നത്. പിന്നെ കുമാർ ആഡിയോസ് ഇവരൊക്കെ തന്നെ G-Tech ഇവരെല്ലാം അവരുടെ ബോർഡുകളെല്ലാം അവരുടെ ഓട്ടോമാറ്റിക് മെഷീനിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു 10 വർഷം കഴിയുമ്പോഴെങ്കിലും വരുമായിരിക്കും. പക്ഷേ ഈ ഒരു ടെക്നോളജി ഇവർ ഇത്രയും കോമ്പാക്റ്റായിട്ട് ഇത്രയും വാട്ട്സ് കൂടിയ ഒരു ആംപ്ലിഫയർ ചെയ്യുക എന്ന് വച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഈ പറയുന്നത് 220 വാട്ട് അവർ അവകാശപ്പെടുന്നുണ്ട്. 3 ഓംസിലാണ് ഈ പറയുന്ന വോൾട്ട്, 38 വോൾട്ട് 3 ഓംസിലായിരിക്കും ഈ പറയുന്ന 220 വാട്ട് അവർ പറയുന്നത്. നമുക്കിപ്പോൾ 4 ഓംസോ 8 ഓംസാണ് കൊടുക്കണമെങ്കിൽ പോലും നമുക്ക് ഈ 4 ഓംസിൽ ഒരു 180 വാട്ട് കിട്ടുക, 150 വാട്ട് ഇപ്പോൾ 150 വാട്ട് കിട്ടുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അത്രയും സൗണ്ടാണ് 150 വാട്ടെന്ന് പറയുമ്പോൾ തന്നെ എന്തുമാത്രം സൗണ്ടായി നമ്മുടെ ഒരു വീട്ടിൽ തന്നെ അത്രയും വോളിയം വെച്ച് പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 1-2 പാട്ടിൽ കൂടുതൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ വീട്ടിലുള്ളവർക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന 4,000 രൂപയ്ക്കകത്തുള്ളൊരു പ്രൈസിൽ ഇത് ഭയങ്കര ലാഭമായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയായിട്ട് എനിക്ക് തോന്നുന്നു. കാര്യം നമ്മൾ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കിത് ഒരിക്കലും ഒരു കടക്കാരനോ അല്ലെങ്കിൽ ഒരാൾ വിളിച്ചിട്ട് നിങ്ങളിതൊന്ന് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് റിവ്യൂ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ടെക്നീഷ്യന്മാർക്ക് സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ക്ലാസ് ഡി ആമ്പുകൾ നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോൾ അതൊരു അടിയായിട്ട് മാറും. അത് ഇത്രയും വില കുറച്ച് വരുമ്പോൾ അതൊരു തിരിച്ചടിയായിട്ട് മാറാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്തൊരു കാര്യം HDMI ഓപ്ഷൻ എന്ന് പറയത്തില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇങ്ങനെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഇതുപോലുള്ള ക്ലാസ് ഡി ആമ്പുകളിൽ HDMI ഒരു ഓപ്ഷനും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ ആ ഒരു രീതിയിൽ മാറേണ്ടതായിട്ട് നിർബന്ധിതനായിട്ട് മാറും. അതാണ് വേറൊരു കാര്യം. അത് എൻ്റെ വീഡിയോ ലെങ്ത് ആവുന്നത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകുമ്പോൾ അറിയാതെ ലെങ്ത് കൂടി പോകുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമില്ലെങ്കിൽ ദയവേത് വീഡിയോ കാണാതിരിക്കുക എന്നുള്ളതാണ് കാര്യം. പല കാര്യങ്ങളും നമ്മൾ പറയാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അല്ലാതെ മനഃപൂർവ്വം വീഡിയോ ലെങ്ത് കൂട്ടി ചെയ്യുന്നതല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നതാണ് കാര്യം. ഞാനിത് ചെയ്യുമ്പോൾ ഇവരുടെ കമ്പനിയുടെ ആ ഒരു പേജ് മൊത്തം വായിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും നിങ്ങളടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ടും ഇൻപുട്ടൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്സ് ഇൻപുട്ട് ഇവിടെയാണ് വരുന്നത്. USB നമുക്കിവിടെ കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡ് സ്പീക്കറിൻ്റെ ഔട്ട് ഇതാണ്, ലെഫ്റ്റ് സൈഡ് സ്പീക്കറിൻ്റെ ഔട്ട് ഇതാണ്, സബ് വൂഫറിൻ്റെ ഔട്ട് ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഡയറക്റ്റ് ഇവിടെ SMPSO പവർ സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു സ്ക്രൂ ടെർമിനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഇതുപോലുള്ള ഒരു പവർ സപ്ലൈ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടൊരു ഓപ്ഷൻ, ഒരു പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവും കൊടുക്കാനുള്ള പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് പോസിറ്റീവ് നെഗറ്റീവ് ഏതാണെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു മാർക്കിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഇൻഡക്ടർ ഈ കാണുന്ന സാധാരണ ക്ലാസ് ഡി ആമ്പിൽ ഇതുപോലത്തെ ഇൻഡക്ടറിൽ നല്ല ചൂടായി നിൽക്കും. സ്പീക്കർ ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ ഇൻഡക്ടർ നല്ല ചൂടായി നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സിഗ്നൽ എപ്പോഴാണോ പോകുന്നത്, സിഗ്നൽ നമ്മൾ ഈ ബ്ലൂടൂത്ത് വഴി ഒരു സിഗ്നലോ അല്ലെങ്കിൽ പെൻ ഡ്രൈവ് വഴിയോ എന്തെങ്കിലും ഒരു സിഗ്നൽ എപ്പോഴാണോ പോകുന്നത് അപ്പോഴും മാത്രമായിരിക്കും ഈ ആംപ്ലിഫയറിൻ്റെ ചിപ്പിൻ്റെ സൈഡ് ഓൺ ആവുന്നത്. ആ ചിപ്പ് ഓണായി വരുമ്പോഴായിരിക്കും ഇൻഡക്ടർ ചൂടാവുന്നത്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് സ്പീക്കറിൽ നിങ്ങൾ പാട്ട് എപ്പോഴാണോ വരുന്നത് ആ സമയത്തായിരിക്കും ഇത് ചെറിയൊരു രീതിയിൽ ചൂടായി നിൽക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 കപ്പാസിറ്റർ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള 2 കപ്പാസിറ്റേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചൈനീസ് ബ്രാൻഡിൻ്റെ കപ്പാസിറ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവരുടെ പ്രോഡക്റ്റുകൾ ചൈന പ്രോഡക്റ്റുകൾ അത്ര ഇപ്പം അത്ര മോശമൊന്നുമല്ല. പണ്ട് ഒരു 10-15 വർഷം അവരുടെ സാധനങ്ങളെല്ലാം തന്നെ വളരെ മോശമായിരുന്നു.
ഇപ്പോൾ വരുന്ന ക്ലാസ് ഡി ആമ്പുകളെല്ലാം തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ചൈനീസ് ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ് ഉൾപ്പെടെ ഭയങ്കര അസാധ്യ ക്വാളിറ്റി ഉണ്ട്. ഈ ക്യാമറ പോലും DJI Osmo മേഡ് ഇൻ ചൈനയാണ്. അടിപൊളി ക്യാമറയാണ്, 4K ആണ് ഈ സാധനം. നമ്മൾ ചില വീഡിയോകൾ ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും നല്ലൊരു ക്ലാസ് ഡി ആമ്പാണ്. പിന്നെ ഇവിടെ ഒരു നീല കളർ ലൈറ്റ് മിന്നി കത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ പെയർ ആവുന്ന സമയത്ത് പിന്നെ ഇതിൻ്റെ സ്ലോ ആയിട്ട് മിന്നി ഇപ്പം നിലവിൽ പെയർ ആവാൻ അത് തയ്യാറാണ് എന്നുള്ള സിഗ്നലാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ ഫോണായിട്ട് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് മിന്നി നിൽക്കുന്ന തെളിഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫാൻ ഓട്ടോമാറ്റിക്കാണ്. നിങ്ങൾ കണ്ടു, ഇപ്പോൾ ഫാന് കറങ്ങുന്നത് നിങ്ങൾ കണ്ടു. ചൂടാവുന്നതിനനുസരിച്ച് ഫാന് കറങ്ങുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ കൊടുക്കുന്നത് ബാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു 10 Hz to 200 Hz എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് കറക്റ്റൊന്നുമല്ല, എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. നമുക്ക് ഓഡിയോ ചെക്ക് ചെയ്ത് കേൾപ്പിക്കാൻ സാധിക്കില്ല. കാര്യം ഒന്നാമത്തെ ദിവസം നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല ഓഡിയോൻ്റെ ക്വാളിറ്റി എത്രയാണെന്നുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആമ്പ് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സിഗ്നൽ പോകുന്നതിനനുസരിച്ച് നമ്മൾ ഈ സിഗ്നൽ ഓൺ ആകുമ്പോൾ ഫാൻ ഓൺ ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത് ഓട്ടോമാറ്റിക്കാണത്. സിഗ്നലിൻ്റെ ഇതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഹീറ്റ് സെൻസ് ചെയ്തും വർക്ക് ചെയ്യുന്ന രീതിയിലാണ് അവരത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒരു സിഗ്നൽ കൊടുത്തു നോക്കാം. സബ്ബൂഫറിൻ്റെ സൈഡിൽ ഞാൻ സബ്ബൂഫറിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് വർക്കാവുന്നത്. വീഡിയോ ലെങ്ത് ആവുന്നത് ഇതൊക്കെ കൊണ്ടാണ്. ടെസ്റ്റിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് വീഡിയോ ലെങ്ത് ആവുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ ഹെഡ്ഫോൺ ഒന്ന് യൂസ് ചെയ്യുക. ഞാൻ ഊഫറിൻ്റെ സൈഡിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് ഈ ഒരു രീതി മാത്രമേ കാണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാര്യം കോപ്പിറൈറ്റിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം. സത്യം ഞാൻ കളി പറഞ്ഞതോ കള്ളം പറഞ്ഞതോ ഒന്നും അല്ല. ഇത് വളരെ ഇതായിട്ടുള്ളൊരു ആംപ്ലിഫയറാണ്. ക്ലാസ് ഡി ആണ്. പല സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് മോസ്ഫെറ്റും ക്ലാസ് ഡിയും സബ്ബൂഫറിൻ്റെ സൈഡിൽ അടിപൊളി വർക്കിംഗ് കിട്ടുന്നതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ട്രാൻസിസ്റ്ററിനെയും കാട്ടിയും കുറച്ചും കൂടെ നല്ലൊരു പഞ്ചി ആയിട്ടുള്ള, അല്ലെങ്കിൽ ലോ പോകുമ്പോൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പാട്ടൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ ലോ സൈഡിൽ നിൽക്കുന്ന സമയത്ത് വളരെ എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിലും അതുപോലെ തന്നെയാണ്. ഇംഗ്ലീഷ് പാട്ടോ അല്ലെങ്കിൽ അതുപോലെ ഒരു സിനിമ ഫൈറ്റ് സീനൊക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ അതുപോലത്തെ ഇംഗ്ലീഷ് സിനിമകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് അതിലുള്ളൊരു ബേസ് എന്ന് വളരെ അട്രാക്റ്റീവായിട്ട് നമ്മൾ അതിലോട്ട് ആകർഷിക്കുന്ന രീതിയിലുള്ളൊരു ഊഫറിൻ്റെ സൈഡിൽ നിന്ന് അത്രയും നല്ലൊരു വർക്കിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ബാസ് ബൂസ്റ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ മലയാളം തമിഴൊക്കെ കേൾക്കുന്ന സമയത്തും നല്ല രീതിയിലുള്ളൊരു സബ്ബൂഫറിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു പഞ്ചി എഫക്റ്റീവായിട്ടുള്ളൊരു ബാസ് നിങ്ങൾക്ക് കിട്ടും. 100% ഉറപ്പായിട്ടും കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ 4000 രൂപയ്ക്കകത്തുള്ളൊരു ക്യാഷ് മുടക്കി ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് നോക്കാം. ഇതിനകത്ത് വരുന്നത് കണ്ടില്ലേ, സബ്ബൂഫറിൻ്റെ സൈഡിൽ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സബ്ബൂഫറിന് സെപ്പറേറ്റ് ആയിട്ട് ലെഫ്റ്റ് റൈറ്റ് ചാനലിന് ട്രിബിളും ബാസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇത് മെയിൻ മാസ്റ്റർ വോളിയാണ് വരുന്നത്. പിന്നെ ഈ ബട്ടൺ എന്ന് ഉദ്ദേശിക്കുന്നത് പാട്ട് ഇതാണ്. പാട്ട് മുന്നോട്ടും ആക്കുന്നതിന് വേണ്ടിയിട്ട് വോളിയം കൂട്ടാനും കുറയ്ക്കാനും, പിന്നെ മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോങ് പ്രസ് ചെയ്യുക, മോഡ് സെലക്ട് ആവും. ജസ്റ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പാട്ട് പ്ലേ ആവുകയും പൗസ് ആവുകയും ചെയ്യും. ഇത്രയും ഓപ്ഷനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ലാസ്റ്റായിട്ട് ഒന്നുകൂടെ പറയാണ്, വളരെ പവർഫുള്ളായിട്ടുള്ളതും നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഓഡിയോ ക്വാളിറ്റി കിട്ടുന്നതായിട്ടുള്ളൊരു ആംപ്ലിഫയറാണ്. നിങ്ങൾക്ക് 4000 രൂപയിൽ നല്ലൊരു ആംപ്ലിഫയറാണ്. ഇതുപോലത്തെ ഒരു ആംപ്ലിഫയർ ഒരിക്കലും നമുക്ക് ഇത്രയും എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും സാധിക്കില്ല എന്നുള്ളത് ഇത് പ്രത്യേകതയായിട്ട് എടുത്ത് പറയാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്ബൂഫറിൻ്റെ ചില ആൾക്കാർക്ക് സബ്ബൂഫറിൻ്റെ സൗണ്ട് മുന്നിൽ നിൽക്കണമെന്ന് ഉള്ള അങ്ങനത്തെ ഒരു ഫീച്ചർ നമുക്ക് ഇതിനകത്ത് ഇല്ല എന്നുള്ളതും എടുത്ത് പറയുകയാണ്. വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ ബാസ് വരുന്നത്. പക്ഷേ ആ ഒരു ബാസ് അങ്ങനെ വരുന്നത് ഒട്ടും തന്നെ കുറവുള്ളൊരു ബാസല്ല, നല്ല പവർഫുള്ളായിട്ടുള്ള ബാസാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നിസ്സാരമായിട്ടുള്ളൊരു സാധനമല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്ന ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.